ഇന്ന് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ സ്ത്രീ സൗന്ദര്യം വെളിവാക്കാനും പ്രകടിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ഫാഷൻ പരേഡ് പോലെ അത് അധപതിച്ചിരിക്കുന്നു, ആ മേഖലയെ വഷളാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇനി കായിക വിനോദങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിലോ, ലോകകപ്പ് ഫുട്ബോൾ ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫിഫ റാങ്കിൽ ഒന്നുമല്ലാത്ത ഇന്ത്യ രാജ്യം, ഈ രാജ്യത്തെ പത്രങ്ങൾ മാസങ്ങളായി കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളും അഭിപ്രായ പ്രകടനങ്ങളും, അതിനുവേണ്ടി പേജുകൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന, നമ്മുടെ കയ്യിലെത്തുന്ന പത്രങ്ങളല്ലേ. ഒരു കായിക വിനോദം എന്ന നിലയിൽ പന്തുകളിയെ നാം വിലയിരുത്തുമ്പോൾ തന്നെ അതിന്റെ പിറകിൽ നടക്കുന്നത്, അതിന്റെ കൂടെ നടക്കുന്നത് വാതുവെപ്പും ചൂതാട്ടവും മദ്യവും വ്യഭിചാരവുമാണെന്ന തിരിച്ചറിയൽ വിശ്വാസികൾക്ക് വേണം. ഇന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് ആരാധന മൂത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ കുറവാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ കുറവാണ്. പക്ഷേ മലബാറിൽ, വടക്കൻ മേഖലകളിലൊക്കെ എന്താണ് അവസ്ഥ? ഓരോ കുഗ്രാമങ്ങളിലും ആ രാജ്യങ്ങളുടെ പതാകകൾ, ദേശീയ പതാകകൾ, അതുപോലെ തന്നെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ 10,000 ചിലവഴിച്ചിട്ട് ഒക്കെ മുസ്ലിം ചെറുപ്പക്കാര്. ഇഷ്ട കളിക്കാരുടെ കൂടെ അവരുടെ ഫോട്ടോകൾ തൊലക്കാണ് വെറുതെ. എന്താണ് ഈ കളി? കളിയുടെ കൂടെയുള്ളത് എന്താ? പ്രധാന ടീമായ അർജന്റീന എന്ന ടീമിന്റെ പരിശീലകനായ, ലോകത്തെ ഫുട്ബോൾ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡീഗോ മറഡോണ പറഞ്ഞത് എന്താ? നിങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? ഞങ്ങൾക്ക് കപ്പ് കിട്ടിയാൽ ഞാൻ, എന്ന് വെച്ചാൽ ആ ടീമിന്റെ പരിശീലകനായ ഞാൻ, കളിക്കളത്തും പുറത്തും പൂർണ്ണ നഗ്നനായി ഓടും, തുണിയും കോണൊന്നുമില്ലാതെ ഓടും പറയാൻ. ഇസ്ലാം എന്നല്ല, ഇസ്ലാമിന്റെ കാര്യം നമുക്ക് വിടാം. പക്വതയുള്ള, ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള ഏതാളുകൾക്കാണ് ഇതൊക്കെ അംഗീകരിക്കാനാവുക? ഇസ്ലാം കലകളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ സകല സർഗഗുണങ്ങളെയും ഇസ്ലാം പരിഗണിക്കുന്നു. ആ സർഗഗുണങ്ങളെ നന്മയിലേക്ക് നയിക്കാനും നന്മയിലേക്ക് തിരിച്ചുവിടാനും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രായോഗിക മതമാണ്. ഊഹാധിഷ്ഠിത ആശയ സങ്കല്പങ്ങളുടെ ലോകത്ത് അലഞ്ഞു തിരിയുന്ന ഒരു ദർശനമല്ല ഇസ്ലാം. സംഭവ ലോകത്തെ മനുഷ്യരോടാണ് അത് സംവദിക്കുന്നത്. വർത്തമാനകാലത്ത് ജീവിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സംസാരിക്കുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായത്തോടുള്ള അധ്യാപനം മാത്രമല്ല, അത് കാലിക പ്രസക്തമാണ് എക്കാലത്തേക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിയെയും അവന്റെ താല്പര്യങ്ങളെയും പരിഗണിക്കുന്നു. സംസാരം മുഴുവൻ ദിക്റും ഖുർആൻ പാരായണവും, മൗനം മുഴുവൻ ചിന്തയും, താമസം മുഴുവൻ പള്ളിയിലുമാക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അതിന് സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുമില്ല. നീ നാവ് ചലിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ദിക്റാകണം, അല്ലെങ്കിൽ ഖുർആൻ വചനമാകണം. നീ ചിന്തിക്കുന്നത് എന്തും നിന്റെ ധ്യാനത്തിന്റെ ഭാഗമാകണം. നീ താമസിക്കുന്നത് എപ്പോഴും പള്ളിയിലാകണമെന്ന് നിർദ്ദേശിച്ചാൽ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അത് സാധിക്കില്ലല്ലോ. ഒരിക്കലും സാധിക്കാത്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഉല്ലാസമേകുന്ന, ആനന്ദമേകുന്ന കളിതമാശകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയാണ്, അത് തെറ്റല്ല. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരൊക്കെ തെറ്റിദ്ധരിച്ചു. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആരാധനയിൽ മടുപ്പ് തോന്നിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം ആരാധന. എന്ന് വെച്ചാൽ ളുഹർ നിസ്കരിക്കുമ്പോ, ജുമുഅ നിസ്കരിക്കുമ്പോ ഒരു മടുപ്പ് തോന്നിയാൽ കൈയഴിച്ചിട്ട് വീട്ടിൽ പോണം എന്നല്ല. സുന്നത്തായ അമലുകളിൽ നാം ഏർപ്പെടുമ്പോ, വ്യാപൃതരാകുമ്പോ, സുന്നത്തായ കർമ്മങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിനൊരു അരോചകം, ഒരു വെറുപ്പ് വന്നാ അവിടെ നിർത്തുക. 2 റക്അത്തായ 10 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ ഒരു 5 അല്ലെങ്കിൽ 6 ഒരു മടുപ്പ് വന്ന തൽക്കാലം അവിടെ നിർത്തി വെക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികളോട് മുത്തുനബിയുടെ കൽപ്പന, നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് മനസ്സിനൊരു വെറുപ്പ് തോന്നിയോ അപ്പടച്ചു വെക്കണം. വെറുപ്പോടുകൂടെ അള്ളാഹുവിന്റെ കലാം നിങ്ങൾ പാരായണം ചെയ്യരുത്. പിന്നെന്ത് വേണം? മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കണം.
ഖുർആൻ അടച്ചു വെച്ചിട്ടൊന്ന് എൻജോയ് ചെയ്യണം. എന്നിട്ട് മനസ്സ് ഹൃദയം വിശാലമാകുമ്പോ വീണ്ടും നിങ്ങൾ ഖുർആനിലേക്ക് തിരിച്ചു വരണം. സ്വഹാബത്തിനൊരു തെറ്റിദ്ധാരണ കുടുങ്ങി. ഇമാം മുസ്ലിമും തുർമുദിയും ഒക്കെ ഉദ്ധരിച്ച, ഒരുപാട് റിപ്പോർട്ടകന്മാർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം, അൻ ഹല്ലലത്തൽ ഉസൈദി റളിയല്ലാഹു അൻഹു, മഹാനായ ഹൻലല റളിയല്ലാഹു അൻഹു, വകാന മിൻ കുത്താബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ എഴുത്തുകാരിൽപ്പെട്ട പ്രധാന എഴുത്തുകാരനായിരുന്നു ഹൻലലത്തുൽ ഉസൈദി എന്ന സ്വഹാബി. അന്നഹു മർറ ബി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു വഹുവ യബ്കി. ഒരു ദിവസം മഹാനായ ഹൻലല റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തുകൂടെ നടക്കുകയാണ്. വഹുവ യബ്കി, ഹൻലല പൊട്ടിക്കരയുന്നുണ്ട്. വല്ലാത്ത വ്യസനത്തോടുകൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ ചാരത്തുകൂടെ നടന്നു നീങ്ങുന്നത്. ഒരു സഹോദരന്റെ സങ്കടം കണ്ടാൽ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയും കാരണം ആരായുകയും പരിഹാരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പതിവ് സ്വഹാബികൾക്കിടയിലുണ്ടായിരുന്നു. ഈ രംഗം കണ്ട സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, മാലക യാ ഹൻലല, എന്തേ ഹൻലല നിനക്കു പറ്റി? നീ വല്ലാതെ കരയുന്നുണ്ടല്ലോ, നിനക്ക് വല്ലാത്ത സങ്കടമുണ്ടല്ലോ, എന്തു പറ്റി? ഫഖാല, ആ സമയത്ത് കരയുന്നതിനിടയിൽ തന്നെ ഹൻലല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫഖ ഹൻലലതു യാ അബൂബക്കർ, അബൂബക്കറെ, ഈ ഹൻലല മുനാഫിഖായി പോയിട്ടുണ്ട്. ഈ ഹൻലല മുനാഫിഖായി പോയിട്ടുണ്ട്. ഹൻലലയുടെ ഈമാൻ തെറിച്ചു പോയിട്ടുണ്ട്. എന്താ കാരണം? നകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന കഅന്നാ റഅയീൻ. മുനാഫിഖാകാൻ എന്താണ് കാരണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ ഞാൻ മുനാഫിഖായിട്ടുണ്ട്, എന്താ കാരണം? നമ്മൾ നബിയുടെ തിരുമുന്നിലാകുമ്പോ, സവിധത്തിലാകുമ്പോ, സന്നിധിയിലാകുന്ന സമയത്ത് യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന, പുണ്യനബി നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചും ആഖിറത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും, താക്കീത് നൽകും, മുന്നറിയിപ്പ് നൽകും. നബിയുടെ മുന്നിൽ നാം സംഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയതാണല്ലോ അബൂബക്കറെ. എമ്പാടും സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, റബ്ബിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത് കേൾക്കുമ്പോ നബിയുടെ വിവരണം കേൾക്കുമ്പോ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണുന്നത് പോലെ, നരകം നേരെ കാണും പോലെ, സ്വർഗം നേരിട്ട് കാണും പോലെയുള്ള ഒരു അനുഭവവും അനുഭൂതിയും ഈമാനിക ആവേശവും നമുക്കുണ്ടാവാറുണ്ട്. നബിയുടെ മുന്നിലാകുമ്പോ, മദീന പള്ളിയിലാകുമ്പോ പുണ്യനബിയുടെ ഇൻസാറുകൾ, പുണ്യനബിയുടെ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ കേൾക്കുമ്പോ നന്നായി മനസ്സിനെ സ്വാധീനിക്കുകയും കണ്ണുകൊണ്ട് കാണുന്ന വിധത്തിലുള്ള ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഭയമുണ്ടാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക്, ഭാര്യമാരിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു പോയാൽ നസീനാ കസീറാ, അവിടെ വെച്ച് കിട്ടിയ ആ ഭയവും, അവിടെ വെച്ചുണ്ടായ ആ ഒരു പ്രതീക്ഷയും, അവിടെ വെച്ചുണ്ടായ ഈമാനിക ആവേശവും നാം മറന്നു കളയുന്നു, മനസ്സിൽ നിന്ന് പോകുന്നു. പിന്നെ നാം കുടുംബത്തോടൊപ്പം ഉല്ലാസത്തിലും കളിയിലും വിനോദങ്ങളിലും തമാശകളിലുമാണ്. ഇത് നിഫാഖല്ലേ? ഇത് കാപട്യമല്ലേ? ഇത് മുനാഫിഖിന്റെ അടയാളല്ലേ? യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ പള്ളിയിൽ വെച്ചുണ്ടായ ഈമാനിക ആവേശം വീട്ടിൽ ചെന്നാലുണ്ടാകണ്ടേ? പലരും പറയാറുണ്ട്, വഅള് കേൾക്കുമ്പോ എന്തോ ഒരു ഭയം, എന്തോ ഒരു ഈമാനിക ഉണർവ്, കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയല്ലോ അല്ലേ? ഇത് മനുഷ്യ സഹജമാണ്. ഈ കാരണം പറഞ്ഞുകൊണ്ട് ഹൻലല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുനാഫിഖായി പോയിട്ടുണ്ട്. കാരണം വീട്ടിൽ ചെന്നാ ഒക്കെ മറക്കുകയാണ്, പിന്നെ കളി, തമാശ, ചിരി. ഇത് കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
ഫവല്ലാഹി ഇന്നാ ലകദാലിക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? അവിടത്തെ ഈമാൻ ഒരു തട്ടിലിട്ടിട്ട് പിന്നെ വിശ്വാസികളുടെ എല്ലാവരുടെയും ഈമാൻ മറുതട്ടിലും ഇട്ടാൽ അബൂബക്കറിന്റെ ഈമാനിനായിരിക്കും മുൻതൂക്കമെന്ന് ഖാല റസൂലുള്ളാഹി. അത്ര വലിയ ഈമാനുള്ള ആളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു. ഇത് കേട്ടിട്ട് ഹൻലല, നീ അങ്ങനെ പള്ളിയിൽ വെച്ച് ഉണ്ടാകുന്ന ഈമാനിക ഉണർവും ആവേശമൊന്നും വീട്ടിൽ ചെന്നല്ലേ? ഞാനൊന്നും അങ്ങനെയല്ല, എനിക്ക് വീട്ടിൽ ചെന്നാലും ആ ഈമാനിക ഉണർവുണ്ടാവും. നബി പറഞ്ഞത് കാതിലിങ്ങനെ വന്ന് അലയടിക്കും എന്നല്ല പറഞ്ഞത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നാ ലകദാലിക, ഇത് തന്നെയാണ് എന്റെയും അവസ്ഥ, നമ്മുടെയും അവസ്ഥ. ആ ഒരു ഭയം വീട്ടിൽ ചെന്നാൽ ഉണ്ടാകുന്നില്ല. നബിയുടെ വഅദ് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭയം വീട്ടിൽ ചെന്നാൽ ഉണ്ടാകുന്നില്ല. അവിടെ കളിയും തമാശയൊക്കെ വരുന്നുണ്ട്. ഇന്നാ ലകദാലിക ഫന്തലഖനാ. ഹൻലലയും അബൂബക്കറും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും സംഭാഷണം നടത്തിയിട്ട് രണ്ടുപേരും അതാ തിരുസന്നിധിയിലേക്ക് നടന്നു പോകുന്നു. പുണ്യനബിയുടെ സവിധത്തിലെത്തിയപ്പോ ഫലമ്മാ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൻലലയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണ് കണ്ടപ്പോ, നിറം മാറിയ മുഖം കണ്ടപ്പോ, സങ്കടമുള്ള മുഖം കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, മാലക്കയാ ഹൻലല, നിനക്കെന്തു പറ്റി ഹൻലല, നീ കരഞ്ഞതെന്തിനാ? നിനക്കെന്താ ഒരു വിഷമം, ഒരു മനപ്രയാസം എന്ന് നബിയും ചോദിച്ചപ്പോ പുണ്യ നബിയോടും ഹൻലല പറഞ്ഞത് ഇപ്രകാരമാണ്, യാ റസൂലല്ലാഹ്, നാഫഖ ഹൻലല, ഈ ഹൻലല മുഅ്മിനല്ലാതെയായി പോയിട്ടുണ്ട്. ഹൻലലയുടെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹൻലല മുനാഫിഖായി പോയിട്ടുണ്ട്. നകൂനു ഇൻദക, അങ്ങയുടെ മുന്നിലാകുമ്പോ തുദക്കിറുനാ ബിന്നാരി വൽ ജന്നതി, സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഞങ്ങളെ അങ്ങ് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു തരുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ആവേശം, കഅന്നാർ യഈൻ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും. ഫഇദാ റജഅനാ ആഫസ്നൽ അസ്വാജ വല്ലൈആ, നബിയേ, അങ്ങയുടെ തിരുവായിൽ നിന്ന് അതൊക്കെ കേട്ടിട്ട് ഈമാനിക ആവേശത്തോടെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് എണീറ്റ് വീട്ടിലെത്തിയാൽ ആഫസ്നൽ അസ്വാജ വല്ലൈഅതാ, കുഞ്ഞുങ്ങളോടൊപ്പം ഭാര്യമാരോടൊപ്പം ഞങ്ങൾ മതിമറക്കുകയും ആ ഭയത്തിൽ നിന്ന് ഞങ്ങൾ മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഹൻലല മുനാഫിഖായി പോയിട്ടുണ്ട്, ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞപ്പോ നബി എന്താ പറഞ്ഞത്? ലൗ തദൂമൂന അലൽ ഹാലില്ലതി തഖൂമൂന ബിഹാ മിൻ ഇൻദി. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ലൗ തദൂമൂന അലൽ ഹാലില്ലദീ തഖൂമൂന ബിഹാ മിൻ ഇൻദി, എന്റെ മുന്നിൽ നിന്ന് പള്ളിയിൽ നിന്ന് എണീറ്റു പോകുന്ന ആ അവസ്ഥയിൽ നിങ്ങൾ നിത്യമായാൽ, എന്നുവെച്ചാൽ ഒരു വഅദ് ഉണ്ടാകുമ്പോഴുള്ള ഭയം, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും സമപ്രായക്കാരും മരിച്ച ദിവസം, അവരെ ഖബറടക്കിയ ദിവസം ഉണ്ടാകുന്ന ഒരു ഭയപ്പാട്, അപ്പൊ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം, ഇതങ്ങനെ മനസ്സിൽ നിലനിൽക്കുകയാണെങ്കിൽ ലൗ തദൂമൂന അലൽ ഹാലില്ലദീ തഖൂമൂന ബിഹാ മിൻ ഇൻദി, എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ എണീക്കുന്ന സമയത്ത് ഒരു ഈമാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഒരു അവസ്ഥയുണ്ടല്ലോ നിങ്ങൾക്ക്, ആ അവസ്ഥയിൽ നിങ്ങൾ നിത്യമായാൽ, വീട്ടിൽ ചെന്നിട്ടു ആ അവസ്ഥ മാത്രമാണുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഭാര്യമാരോട് ശൃംഗരിക്കും? പിന്നെ നിങ്ങൾ എങ്ങനെ ഭാര്യമാരുമായിട്ട് കളികൾ തമാശകളിൽ ഏർപ്പെടും? അത് പ്രപഞ്ചത്തിന്റെ നിലാമിനെ തന്നെ, ഇവിടത്തെ ലോകത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ തടസ്സമാകുമല്ലോ. എല്ലാവരും മരണത്തെ പേടിച്ച് സ്വർഗനരകങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഈ ലോകം വികസിക്കുവോ? ഇവിടെ കർഷകനെ കിട്ടുവോ? കച്ചവടം ചെയ്യാൻ ആളെ കിട്ടുവോ? ഇല്ല. മാത്രല്ല, ഈ അവസ്ഥയിൽ നിങ്ങൾ നിലനിന്നാൽ ലസാഫഹതുകുമുൽ മലായികതു ഫീ മജാലിസികും വഫീ തുറുഖികും വഅലാ ഫുർശികും, അങ്ങനെ നിലനിൽക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല ഹൻലല. അങ്ങനെ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നടക്കുന്നിടത്ത്, കിടക്കുന്ന വിരിപ്പിനരികിൽ മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യാൻ വരും. നിങ്ങൾക്ക് കൈത്തരാൻ മലക്കുകളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ
സന്തത സഹചാരികളായി പിന്നെ മനുഷ്യരുണ്ടാവുകയില്ല. പിന്നെ മലക്കുകളായി നിങ്ങൾ മാറും. മലക്കുകളുടെ ലോകത്ത് ആലമുൽ മലക്കൂത്തിൽ നിങ്ങൾ എത്തും. അതിന് സാധാരണ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഹൻലല, താങ്കൾ ഒരിക്കലും മുനാഫിക്കായിട്ടില്ല. വലാകിൻ ലാ ഹൻലലതു സാഅതൻ വസാഅതൻ വസാഅതൻ. ചില സമയങ്ങൾ നിങ്ങൾ ഭക്തിയോടെ നിലനിൽക്കുമ്പോൾ, ചില സമയങ്ങൾ ആഹ്ലാദത്തിന്, ഹൃദയവിശാലതയ്ക്ക്, സന്തോഷത്തിന്, ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ മറ്റു വല്ലതും നല്ലത് ചിന്തിച്ചോളൂ. വസായത്തൻ, വീണ്ടും നിങ്ങൾ ധ്യാനത്തിലേക്കും ആരാധനാ ചിന്തയിലേക്കും വന്നോളൂ. വസായത്തൻ, അടുത്ത നിമിഷം നിങ്ങൾ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി ആഹ്ലാദകരമായ സന്തോഷകരമായ മേഖലയിലേക്ക് മനസ്സിനെ കൊണ്ടുപോയിക്കോളൂ. അതുകൊണ്ടൊന്നും നിങ്ങൾ മുനാഫിക്കായി പോവുകയില്ല എന്ന പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ മനോഹരമായ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയല്ലേ? അവിടുത്തെ ജീവിതം എങ്ങനെ? ഏകാന്തതയിൽ, കൂരിരുട്ടിൽ, പാതിരാത്രിയിൽ ആരാരും കാണാത്ത വിധം ആയിഷ ബീവി പോലും വിശ്രമത്തിലും നിദ്രയിലും ആണ്ടുപോയ സമയത്ത് പാതിരാത്രിയിൽ ഏകനായി അവിടുന്ന് നിന്ന് നമസ്കരിച്ചു. ദീർഘമായ നമസ്കാരം. ആ ദീർഘമായ നമസ്കാരം കാരണത്താൽ കാലിൽ നീര് വന്ന് കെട്ടിവീർത്തു. കാലിൽ നീർക്കെട്ട് വന്നു. എന്നാൽ പകലിൽ സമൂഹത്തിനിടയിൽ, സ്വഹാബത്തിനിടയിൽ മുത്തുനബി ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. രുചികരമായത് അവിടുന്ന് ഇഷ്ടപ്പെട്ടു. സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകി. അവരോട് ഫലിതങ്ങൾ പറഞ്ഞു, തമാശകൾ പറഞ്ഞു. പക്ഷേ അവിടുന്ന് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് തമാശകൾ പറയാന്ന് പറയുമ്പോ ഒക്കെ കളവായിരിക്കും. ഇല്ലാത്തത് സാങ്കല്പിക കഥകൾ പറയാം, അതിൽ പഠിക്കാണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോ തന്നെ ഒരു അന്തു, ഒരു മമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉദാഹരണം പറയുമല്ലോ. സാങ്കല്പികമായ, അത് സങ്കല്പനാണെന്ന് കേൾക്കുന്നവർക്കറിയാം. കളവിനെ സത്യത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് കളവ് സത്യമാക്കി പറയുക, എന്നിട്ട് ജനങ്ങളെ ചിരിപ്പിക്കുക, ആ രീതിയെ നബി തങ്ങൾ എതിർത്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗമ വൈലുൽ ലഹു. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വൈലുൽ ലില്ലദീ യുഹദ്ദിസു, സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന്, ഒരു വിഭാഗത്തിന് നാശമുണ്ട്. ഫയക്ദിബു, സംസാരത്തിന്റെ ഇടയിൽ കളവ് ഇങ്ങനെ ചേർക്കും. എന്തിന്? ലിയുദ്ഹിക ബിഹിൽ ഖൗമ, ജനങ്ങളെ അത് കേൾപ്പിച്ച് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ തമാശയാക്കി ചിരിപ്പിക്കാൻ വേണ്ടി കളവങ്ങനെ പറയന്നെ. വൈലുല്ലഹു, വൈലുല്ലഹു, അത്തരം ആളുകൾക്ക് നാശമുണ്ട്, നാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫലിതങ്ങൾ, തമാശകൾ ഹദീസിലുണ്ട്. നബിയുടെ മിസാഹ് ഞാൻ ഇന്ന് തന്നെ നോക്കിയപ്പോ കണ്ടു. മിസാഹുൻ നബി സല്ലല്ലാഹു, നബി തങ്ങളുടെ തമാശകൾ, നബി തങ്ങളുടെ ഫലിതങ്ങൾ, നബി തങ്ങളുടെ കളി തമാശകൾ ഹദീസിൽ അതിന് തന്നെ ഒരു ബാബ് പല മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കളവ് ഒരിക്കലും അവിടെന്ന് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവിടെന്ന് മനസ്സിന് വെറുപ്പുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളെ വെറുത്തു, സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടു. പുണ്യനബി ദുആ ചെയ്യുകയും ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്ത പ്രാർത്ഥനയുടെ കൂട്ടത്തിലുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. പടച്ചോനെ, ടെൻഷൻ അതിൽ നിന്ന് കാത്തിരക്ഷിക്കണേ, ദുഃഖത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ, വ്യസനത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ, മനോദുഃഖത്തിൽ നിന്നും മനോപ്രയാസത്തിൽ നിന്നും കാത്തിരക്ഷിക്കണേ എന്ന ദുആ അവിടെന്ന് പ്രാർത്ഥിച്ചു, നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. അപ്പൊ എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നരകം ആലോചിച്ച് ദുഃഖിച്ചിരിക്കുക. സ്വർഗം കിട്ടാൻ സാധ്യത കുറവാണ്, പടച്ചോനെ നരകത്തിലെ അദാബ് കാര്യം. അതിനൊരു സാഴത്തൻ നരകത്തെ കുറിച്ച് ഭയക്കണം. എന്നാൽ ഖൗഫ് മാത്രം പോരാ. അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാഇ. ഈമാൻ എവിടെ ഉറക്കുക? എവിടെ ഈമാൻ ഉറച്ചു കിട്ടുക? വെറും ഭയപ്പാടിന്റെ കൂടെ ഈമാൻ നിൽക്കൂല. കാരണം നിരാശനായി പോവും, പേടിച്ച് 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 നിരാശനായി പോവും, ഈമാൻ ഉറക്കൂല. ബൈനൽ ഖൗഫി വറജാഇ, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ഈമാൻ ഉറച്ചു കിട്ടുക.
അപ്പൊ പേടി വേണം. പഠിച്ചോനെ പിടിവിട്ട് പോകുവോ, നഷ്ടപ്പെട്ടു പോകുവോ, നരകത്തിൽ വീഴുവോ? ഇല്ല ഇല്ല ഇല്ല, റബ്ബന്നെ കാക്കും, റബ്ബന്നെ കാക്കും. റബ്ബ് ഗഫൂറാണ്, റബ്ബ് റഹീമാണ്, റബ്ബ് വദൂദാണ്, കാക്കും. ഇല്ല ഇല്ല, എങ്ങാനും കാത്തില്ലെങ്കിലോ? അങ്ങനെ ഖൗഫ്, റജാ, സാഅത്തൻ വ സാഅത്തൻ വ സാഅത്തൻ, ഇതിനിടയിലാണ് ഈമാൻ ഉറച്ചു കിട്ടുക പ്രിയപ്പെട്ടവര്. അവ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എല്ലാ മേഖലയിലും നമുക്ക് വസ്തുനിഷ്ഠമായ പാഠങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാർഗദർശനം നൽകിയ കൂട്ടത്തിൽ കലകളെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. സച്ചരിതരായ സംശുദ്ധരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, അവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ കാണാം, അവരും ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അനുവദിക്കപ്പെട്ട കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. കളി തമാശകളും ചിരികളും അവർക്കുണ്ടായിരുന്നു, സ്വഹാബത്തിനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹഹു തങ്ങൾ, ഇമാം അലിയാര് തങ്ങളുടെ ഒരു പ്രസിദ്ധമായ വാക്കുണ്ട്. എന്താണത്? ശരീരം ക്ഷീണിക്കുന്നത് പോലെ തന്നെ മനസ്സിനും മടുപ്പ് വരും. ശരീരത്തിന് ക്ഷീണം പറ്റുന്നത് പോലെ മനസ്സിന് മടുപ്പ് വരും. ശരീരത്തിന് ക്ഷീണം പറ്റിയാൽ അതിൽ നിന്നുള്ള മോക്ഷമാർഗം എന്താ? പോഷകാഹാരം കഴിക്കുക, വിശ്രമിക്കുക. തടിക്ക് ക്ഷീണം പറ്റിയാൽ എന്താ ചെയ്യുക? വിശ്രമിക്കും. നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കും, ഇതല്ലേ ചെയ്യുക? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മനസ്സിന് മടുപ്പ് വന്നാൽ അതിനുള്ള പരിഹാരം, പോംവഴി, അതിൽ നിന്നുള്ള രക്ഷാമാർഗം തത്വജ്ഞാനപരമായ ഫലിതങ്ങളാണ്. നർമ്മം കലർന്ന അതിൽ പഠിക്കാനുണ്ടാകും. അങ്ങനത്തെ തമാശകളുമായി കുറച്ച് ഏർപ്പെടുക. തത്വജ്ഞാനപരമായ ഫലിതങ്ങൾ. തുടർന്ന് ഇമാം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒഴിവ് കൊടുക്കുക. അതിനെ മടുപ്പിച്ചു കളഞ്ഞാൽ, അതിന് മടുപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് അന്ധമായി തീരും. മനസ്സിങ്ങനെ മുരടിച്ച് ഇങ്ങനെ ഇരുന്ന്, ഇപ്പൊ ഖുർആൻ പഠിക്കുകയാണെങ്കിലും ദീന് പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിനാകെ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ മനസ്സ് അന്ധമാകും, അമാ ബാധിക്കും ഉൾക്കണ്ണിന്. പിന്നെ ഈമാനികമായ ഒരു ഉണർവും ഹിക്മത്തിന്റെ വെളിച്ചവും മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിന് ആയാസം നൽകണം ഇടയ്ക്കിടെ. എന്ന് വെച്ച് തമാശ വേണം, ഫലിതം വേണം എന്ന് പറയുമ്പോ അതും ഇസ്ലാമാണല്ലോ, അന്ന് തൊട്ടങ്ങോട്ട് തുടങ്ങുക തമാശ എന്ന് പറഞ്ഞിട്ട് തമാശ തന്നെ ഒരു കോമാളി, അത് പറ്റൂല. അത് പരിധി വിടാനും ഇമാമിയങ്ങൾ പറഞ്ഞു. വളരെ വ്യക്തമായി ഒരു ജ്ഞാനി പറയുന്നുണ്ട്, ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ സംസാരത്തിൽ നിങ്ങൾ നർമ്മം കലർത്തുക, ഫലിതം കലർത്തുക. നല്ലൊരു ഉദാഹരണമാണത്, അല്ലേ? ഭക്ഷണത്തിൽ ഉപ്പ് കലർത്തുന്നത് പോലെ. ഉപ്പില്ലാതെ കഞ്ഞുടിക്കാൻ സുഖമില്ലല്ലോ. ഇതുപോലെ നർമ്മം കലരാത്ത ഫലിതമില്ലാത്ത സംസാരം കേൾക്കാൻ സുഖമില്ല, അല്ലേ? എന്നാൽ ഉപ്പ് അധികമായാൽ കഞ്ഞി കുടിക്കാൻ പറ്റുമോ? എന്നതുപോലെ നിർമ്മം അമിതമായാലോ ദീൻ അതിനെ സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ തമാശ പറയുമ്പോൾ നമുക്കിടയിലുള്ള 90% തമാശകളും അവരനെ പരിഹസിക്കുന്ന തമാശയാണ്. അത് ഞാൻ തമാശ പറഞ്ഞത്, നീ ഒന്നും വിചാരിക്കണ്ട, മറ്റുള്ളവരെ കളിയാക്കുക, പരിഹസിക്കുക. നമ്മുടെ തമാശകൾ അങ്ങനെയാണ്. ആ തമാശയെ ഇസ്ലാം 1% പോലും അനുവദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി താക്കീത് നൽകി. സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ ആയത്ത് അതാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസൂ അൻഫുസകും ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. തമാശയാണെന്ന് പറഞ്ഞിട്ട്, കളിയാണെന്ന് പറഞ്ഞിട്ട് അവരനെ പരിഹസിക്കുന്ന ആളുകൾ അറിയാ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു പുരുഷരും മറ്റൊരു പുരുഷരെ കളിയാക്കരുത്, പരിഹസിക്കരുത്.
നിങ്ങളുടെ കൂട്ടത്തിലെ പുരുഷന്മാരിൽ ചിലർ ചിലരെ പരിഹസിക്കരുത്. എന്തുകൊണ്ട്? അസാ അൻ യകൂനൂ ഖൈറം മിൻഹും, പരിഹസിക്കുന്നവരെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഉത്തമരായേക്കാം. ഇപ്പൊ ഞാൻ ഒരാളെ കളിയാക്കി പറയാൻ, ആ പറയുന്ന ഞാൻ ആ വിഷയത്തിൽ വളരെ വീക്ക്നെസ് ഉള്ള ആളായിരിക്കും. ഒന്ന് മാറി ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് നമുക്ക് പഠിക്കാനാ ഖുർആൻ പറഞ്ഞു തരുന്നത്. ഞാനൊരു വിഷയത്തിൽ ഒരാളെ, ഒരു പെൺകോന്തൻ, അവന് പെണ്ണ് പറഞ്ഞാൽ കെട്ടിയോള് പറഞ്ഞാൽ അവൻ കേൾക്കുള്ളൂ. എന്നാ ഇവൻ ആ അസുഖം അല്ലെങ്കിൽ അതിലും വലിയ അസുഖം അപ്പുറത്ത് വേറെ ഉണ്ടാവും. ഇങ്ങനെ അസാ അൻ യകൂനൂ ഖൈറം മിൻഹും, ആക്ഷേപിക്കപ്പെടുന്നവൻ, വിമർശിക്കപ്പെടുന്നവൻ, പരിഹസിക്കപ്പെടുന്നവൻ, പരിഹാസത്തിന് വിധേയനാകുന്ന മനുഷ്യൻ പരിഹസിക്കുന്നവനേക്കാൾ ഉത്തമനായേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പരിഹാസം. എന്നിട്ട് അല്ലാഹ് പിന്നെ പറയാ, വലാ നിസാഉം മിൻ നിസാ, പെൺവർഗത്തിൽ ചിലർ ചിലരെ പരിഹസിക്കണ്ട. സാധാരണ പുല്ലിംഗം പുരുഷന്മാരോട് പറഞ്ഞ അത് സ്ത്രീകൾക്കും ബാധകാണത്. ഖുർആന്റെ ഭാഷ പുല്ലിംഗ പ്രയോഗം നടത്തിയാലും സ്ത്രീജനങ്ങളും വിശ്വാസികളായ പെണ്ണുങ്ങൾക്കും ആ ഹുക്മ പലപ്പോഴും ബാധകാണ്. ഇവിടെ അള്ളാഹു പ്രത്യേകിച്ച് എടുത്തു പറയാ, വലാ നിസാഉം മിൻ നിസാ, പെൺവർഗമേ നിങ്ങൾ ഇക്കാര്യത്തിൽ മോശക്കാരികളല്ല. ഏത് കാര്യത്തിൽ? മറ്റുള്ളവ സ്ത്രീകളെ കളിയാക്കുന്ന വിഷയത്തിൽ മോശക്കാരികളല്ല. ആ പണി വേണ്ട. അസാ അൻ യകുന്ന ഖൈറം മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്ന പെണ്ണ് പരിഹസിക്കുന്ന പെണ്ണിനേക്കാൾ ഉത്തമയായിരിക്കാം. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്, അവഹേളിക്കരുത്. നേർക്ക് നേരെ അങ്ങോട്ട് പറയില്ല, വേറൊരാളെ മുഖത്ത് നോക്കിയിട്ട് പറയും. പറയുന്നത് മുഴുവൻ ഇവനെ ആയിരിക്കും. അതിനാണ് ലംസ് അറിയാ, കുത്തിപ്പറയാ. നേർക്ക് നേരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. നിർത്തിക്കളെ, അത് എന്നെ തന്നെയാണ്, എന്നെ മാത്രം വിചാരിച്ചാണ് നിർത്തിക്കളെ എന്ന് പറയുന്ന ആ കുത്തുവാക്ക് പ്രയോഗം. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, വഷളൻ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ വിളിക്കരുത് മറ്റാരെയും. ഉമ്മായും ഉപ്പായും ഇട്ട ഒരു പേരുണ്ട്, ആ പേരാണ് ദുന്യാവെന്ന് വിളിക്കേണ്ടത്, ആ പേരാണ് രേഖയിലൊക്കെ ഉള്ളത്. നാളെ അന്ത്യനാളിലും ആ പേര് വെച്ചാ വിളിക്കുക. എന്താ? നിങ്ങൾ നല്ല പേരിടാ. ഹദീസിൽ കാണാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നല്ല പേരിട. എന്താ? ഫഇന്നകും തുദ്ഉന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും, നിങ്ങൾ അന്ത്യനാളിൽ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങളെ പേരിനോടുകൂടെ വാപ്പാന്റെ പേരും ചേർത്തിയിട്ട് നിങ്ങളെ പേര് വിളിക്കും. അതുകൊണ്ട് അവിടെ ആ പേര് മുഴങ്ങുമ്പോ ഈ സാനിയ ജാതി സാധനം, വളരെ മോശപ്പെട്ട പേരുകൾ അത് ഒഴിവാക്കണം, നല്ല പേരിടുക എന്ന്. വലാ തനാബസൂ ബിൽ അൽഖാബ്, വഷളൻ നാമം കൊണ്ട് നിങ്ങൾ ആരും വിളിക്കണ്ട. അവനെ തിരിച്ചറിയണമെങ്കിൽ അത് അങ്ങോട്ട് ഫേമസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ അതെന്നെ പറയണം. അവന് ഇഷ്ടമല്ലെങ്കിൽ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, മുഅ്മിനായതിനു ശേഷം വഷളൻ നാമം പ്രയോഗിക്കുന്നത് വളരെ നീചമാകുന്നു. ഈമാനുള്ള ആളുകൾക്ക് ചേരൂലട്ടോ മോശപ്പെട്ട പേര് വിളിക്കല്. മോശപ്പെട്ട പേര് വിളിക്കല് ഈമാനുള്ളവർക്ക് പറ്റൂല. എന്നിട്ട് അല്ലാഹു ഇത് വലിയൊരു ഗൗരവമുള്ള അപരാധമായി പറയാൻ, വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, മറ്റുള്ളവനെ കളിയാക്കുന്ന ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ, കുത്തുവാക്ക് പ്രയോഗിക്കുന്ന ആളുകൾ, മോശം പേരുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കുന്ന ആളുകൾ ഇതിൽ നിന്നു പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ, ഈ വൃത്തികെട്ട ഏർപ്പാട് നിർത്തിയിട്ടില്ലെങ്കിൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, നാളെ പരലോകത്ത് അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും അവർ ഉണ്ടാവുക. അവരക്രമികളുടെ നിസാര സംഭവമല്ലേ, ഒരു കളിയാക്കല്, ഒരു തമാശ പറയല്, നിസാര സംഭവമല്ലേ. എന്നാ അല്ലാഹ് പറയുന്നു, തൗബ ചെയ്തോ, കാരണം അല്ലെങ്കിൽ അന്ത്യനാളിൽ ളാലിമീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും അവർ ഉണ്ടാവുക എന്ന് പടച്ച തമ്പുരാൻ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കല, വിനോദം, തമാശകൾ, കായികമായ വിനോദങ്ങൾ, ഇത് രണ്ട് തരണ്ട്. ഏതും രണ്ട് തരണ്ടല്ലോ, മനുഷ്യ രണ്ട് തരല്ലേ.
വേണ്ട. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ അതുമില്ലേ? 2 ഐറ്റംസ് ഉണ്ട് ഇല്ലേ? ഈമാൻ ഉപകരിക്കാത്തൊരു ഈമാൻ, മുനാഫിക്കീങ്ങളെ ഈമാൻ, മുഅ്മിനീങ്ങളെ ഈമാനാണ് ഉപകരിക്കുക. അപ്പൊ ഈമാനും ഉണ്ട് 2 തരം വിശ്വാസം. കലർപ്പുള്ള നിഫാഖ് കലർന്ന വിശ്വാസം, പിന്നെ ഇഖ്ലാസ് ഉള്ള നിഷ്കളങ്കമായ വിശ്വാസം. നിസ്കാരം വയലിലേക്ക് നരകത്തിലേക്ക് എത്തിക്കുന്ന നമസ്കാരം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നമസ്കാരം. ദാനം ചെയ്ത ഒരു ധർമ്മിഷ്ഠനായ ആള് നരകത്തിൽ വീണത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ലേ? വലിയ ധർമ്മിഷ്ഠനായ ആള്, ഉദാരമതിയായ ആള്. അപ്പൊ ദാനം കൊണ്ടും നരകത്തിൽ പോവും, സ്വർഗത്തിലും പോവും. അപ്പൊ ദാനം 2 ഐറ്റംസ് ഉണ്ട്. ജ്ഞാനം, അറിവ്, അത് 2 ഐറ്റംസ് ഇല്ലേ? നല്ലതും ഇതുപോലെ കലകളും കളികളും തമാശകളും വിനോദങ്ങളും അതും 2 തരമുണ്ട്. ഇന്നുള്ള കളികൾ, തമാശകൾ, വിനോദങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, പുതിയ ജനറേഷനോട് ഇന്നുള്ള കലാസാഹിത്യങ്ങളും വിനോദങ്ങളും എന്തിനാണെന്ന് അവരോട് ചോദിച്ചാൽ എന്തായിരിക്കും അവർ മറുപടി പറയാ? എന്താ മറുപടി പറയാൻ ഉണ്ടാകുക? കൂടുതൽ ആളുകളും പറയുന്നത് ടൈം പാസ്, അല്ലെ? ടൈം പാസ്, നേരം പോക്കിന്. ഒരു പണിയില്ല, നേരം പോയി കിട്ടുന്നില്ല, എന്നാ ഇപ്പൊ ഇന്ന് സിനിമയ്ക്ക് പോവാ, അല്ലെങ്കിൽ ഒരു ക്യാരംസ് കളിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെസ് കളിക്കുക, അല്ലെങ്കിൽ TV കൊണ്ട് ഓൺ ചെയ്തിട്ട് എന്താ അതിലുള്ളത് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് കാണാം. ഇങ്ങനെ ടൈം പാസിന് വേണ്ടിയുള്ള കലകൾ, വിനോദങ്ങൾ, അതിനെ ഇസ്ലാം പൂർണ്ണമായി എതിർക്കുന്നു. കാരണം എന്തേ? മനുഷ്യന് ഈ ഭൂമുഖത്ത് നൽകപ്പെട്ട ആയുസ് അമൂല്യമാണ്. ആ അമൂല്യമായ ആയുസ്സിനെ വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത കാര്യമാണ്. മുത്തുനബിയുടെ ഉണർത്തലിൽ കാണാം, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. കൂടുതൽ ജനങ്ങളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങളുണ്ട്. കൂടുതൽ ജനങ്ങളും 99% ജനങ്ങളും പിഴച്ചുപോയ 2 അനുഗ്രഹങ്ങൾ, വഞ്ചനയിലകപ്പെട്ട 2 അനുഗ്രഹങ്ങൾ. അതെന്താ? പണാണോ? പണമല്ല. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, നല്ല ഫിറ്റഡ് ബോഡി, ആരോഗ്യമുള്ള ശരീരം. വൽ ഫറാഗ്, ഫ്രീ ആയ ടൈം, ഒഴിഞ്ഞ സമയം. ഈ 2 അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ മനുഷ്യർ പിഴച്ചുപോയിട്ടുണ്ട്, വഞ്ചനയിലകപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാം എന്താ പഠിപ്പിച്ചത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ചെറിയ ഒരു അധ്യായത്തിലൂടെ എത്ര വലിയ ആശയമാണ് അല്ലാഹു ഇട്ടുതരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറയാണ് സൂറത്തുൽ അസ്ർ. എന്താണ് പറയുന്നത്? വൽ അസ്ർ, സമയത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. സത്യം ചെയ്ത് ഒരു കാര്യം വെച്ച് അല്ലാഹു സത്യം ചെയ്യുമ്പോൾ പിറകെ പറയുന്ന വിഷയവും അതും തമ്മിൽ ബന്ധമുണ്ടാവും. അതിൽ നിന്നൊരു പാഠമുണ്ടാകും ആ സത്യത്തിൽ. സൂറത്ത് ആദിയാത്തിൽ വൽ ആദിയാതി ളബ്ഹ ഫൽ മൂരിയാതി ഖദ്ഹ ഫൽ മുഗീറാതി സുബ്ഹ. ല്ലേ? ഈ 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ആണയിട്ട് പറഞ്ഞു. കിതച്ച് കുതിച്ചോടുന്ന കുതിരകൾ, ആ ഓട്ടത്തിൽ അവകളുടെ കുളമ്പ് പാറക്കല്ലുകളിലും ചരലുകളിലും ഇട്ടടിച്ചിട്ട് തീപ്പൊരി പറത്തുന്ന കുതിരകൾ, പ്രഭാത സമയത്ത് തന്നെ ആക്രമണ വീര്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്ന കുതിരകൾ, ശത്രുസേനയുടെ ഇടയിലേക്ക് ഇരച്ചു കയറുന്ന കുതിരകൾ, എന്നിട്ട് അന്തരീക്ഷത്തിൽ പൊടി പറത്തുന്ന ആ യുദ്ധമുഖത്ത് കുതിരകൾ ഓടിക്കിതച്ച് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ പറത്തിവിടുന്ന അങ്ങനത്തെ കുതിരകളെ സത്യം. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, മനുഷ്യരിലൊരു ഗ്രൂപ്പ് അള്ളാഹ്നോട് നന്ദി കെട്ട ഗ്രൂപ്പാണ്. എന്താ ഈ സത്യവും ഈ പറഞ്ഞ വിഷയവും തമ്മിലുള്ള ബന്ധം? ബുദ്ധിയുള്ള സമൂഹം ആലോചിക്കണല്ലോ. അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അല്ലേ? والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا.
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്തായി പറഞ്ഞത്? ഈ നാൽക്കാലിയായ കുതിര അതിന്റെ യജമാനന് വഴിപ്പെട്ട് എന്തൊക്കെ ത്യാഗം ചെയ്യുന്നു. രാവിലെയാണ് ഞാനിപ്പോ യുദ്ധത്തിന് വരൂലെന്ന് കുതിര പറയൂല. ഇത്ര ശക്തമായി ശത്രുസേനയുടെ ഇടയിലേക്ക് ഇരച്ചു കയറാൻ എനിക്ക് പറ്റൂല, അത് ജീവൻ അപായമുണ്ടാക്കുന്ന സംഗതിയാണെന്ന് കരുതി കുതിര പിൻവലിയൂല. ഇങ്ങനെ യജമാനന് വഴിപ്പെടുന്ന കുതിര. എന്നാൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗം ഈ കുതിരയുടെ അത്ര പോലും നന്ദിയില്ലാത്ത ഗ്രൂപ്പുണ്ട്. സമയത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യരെല്ലാം മഹാനഷ്ടത്തിലാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, നാശത്തിലാണ്. ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സകല മനുഷ്യരും നഷ്ടത്തിലാണ് ഓടുന്നത്. എന്ന് വെച്ചാൽ സമയത്തെ വെച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ഏതു സമയം? ഭാവിയെന്നോ ഭൂതമെന്നോ വർത്തമാനമെന്നോ ഇവിടെ അള്ളാഹു പറഞ്ഞില്ല, നിരുപാധികം സമയം. അപ്പോ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അതിൽ ഉൾപ്പെട്ടു. സമയം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡും അമൂല്യമാണ്. ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡിൽ ശാസ്ത്രം പറയുന്നു, ഒറ്റ സെക്കൻഡിൽ പ്രകാശത്തിന് 1,80,000 മൈൽ സഞ്ചരിക്കാനാകും. ഒരു സെക്കൻഡിൽ പ്രകാശം 1,80,000 മൈൽ സഞ്ചരിക്കും. നമുക്കൊരു സെക്കൻഡിൽ എന്താ ചെയ്യാൻ പറ്റുക? അതിലേറെ വേഗതയുള്ള വേറെ ചില പണി ചെയ്യാൻ പറ്റും. ഒരു നിശ്വാസ സമയത്തെ, ഒരു നിമിഷ സമയത്തെ അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്ർ, അതിന് ഈ പ്രകാശത്തെക്കാൾ ശക്തിയുണ്ട് എന്ന് നബിവചനങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. നമ്മുടെ അടിസ്ഥാന മൂലധനം അതിവേഗം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാകുന്നു. ഇമാം റാസി റഹിമഹുല്ല ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു ജ്ഞാനിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്താ ജ്ഞാനിയുടെ ചരിത്രം? ഒരു ആരിഫായ മനുഷ്യൻ പറയാ, ഞാൻ ഈ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറയുടെ അർത്ഥം പഠിച്ചത് ഒരു ഐസ് മിഠായി കച്ചവടക്കാരനിൽ നിന്നാണ്. എന്ത്? ഒരു ഐസ് മിഠായി കച്ചവടക്കാരൻ. ഈ മക്കളെയൊക്കെ മുന്നിലൂടെ പോകുന്ന ഐസ് കച്ചവടക്കാരുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ പട്ടണത്തിലെത്തിയപ്പോ ജ്ഞാനി പറയുന്നു, ഒരു ഐസ് മിഠായി കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, മൂലധനം അലിഞ്ഞു തേഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവനോട് കരുണ കാണിക്കണേ. എന്ത്? മൂലധനം അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവനോട് കരുണ കാണിക്കണേ. അദ്ദേഹം ആ ഐസ് കച്ചവടം തകൃതിയാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് സഹതാപം ഉണ്ടാക്കിയിട്ട് കച്ചവടം നടത്തുക. ഈ ഇദ്ദേഹത്തിന്റെ വാക്ക് പട്ടണത്തിൽ ഉറക്കെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനി ഇത് കേട്ടപ്പോ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതാണ് അല്ലാഹു പറഞ്ഞ സൂറത്തുൽ അസ്റിന്റെ ആശയം, അർത്ഥം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം മഹാനഷ്ടത്തിലാകുന്നു. സമയത്തെ തന്നെ സത്യം. മനുഷ്യായു